അച്ചുവിനെ ഇന്ന് പല്ല് ഡോക്ടറെ അടുത്തേക്ക് കാണിക്കാൻ കൊണ്ടുപോയതാണ് പരുതൂർ. അവിടെ എത്തിയപ്പോൾ ഡോക്ടറൊക്കെ കാണിച്ചു. പോയ കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിലും ഇനിയും അങ്ങോട്ട് പോകേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ വരണ വഴിക്ക് വെള്ളിയങ്കലിലൊക്കെ കയറി സർബത്ത് ഷെഫീക്കിൻ്റെ അവിടെ കയറിയിട്ട് ഞങ്ങൾ ഓരോ പാൽ സർബത്തും അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് എരിവുള്ള എന്തെങ്കിലും എടുക്കടാന്ന് ചേട്ടൻ പറഞ്ഞപ്പോൾ എരിവുള്ള എന്താ സർബത്ത് എന്താ കാര്യങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ കഴിച്ച് അവിടെ ഇരുന്ന് പിന്നെ ഇത് നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ മാങ്ങ അങ്ങനെയുള്ള ഉപ്പിലിട്ട ഐറ്റംസ് ടേസ്റ്റ് ചെയ്ത് നോക്കാതെ തിരിച്ചു വരില്ല. അപ്പോഴേക്ക് നോക്കുമ്പോൾ ടൈം ഏകദേശം ഭക്ഷണത്തിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാജേട്ടൻ പറഞ്ഞത് ഈ ഒരു കാണുന്ന വെള്ളിയങ്കല്ലിനുള്ള കടയാണത്, കഞ്ഞിക്കടയാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല പൊള്ളിച്ച മീൻ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത് തന്നെയാണ് വീട്. എന്തായാലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ടേസ്റ്റ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഏതാ മീൻ വേണ്ടത്, പൊള്ളിച്ചിട്ടുള്ള മീൻ ഏതാ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾക്കറിയില്ല, ഏതെങ്കിലും ഒരു മീൻ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഉള്ളിലേക്ക് വലിയ മീനിനെ നോക്കിയിട്ട് എന്തോ കുയിലെന്ന് അങ്ങനെ എന്തോ പേര് പറഞ്ഞത് അതന്നെ നോക്കിയിട്ട് അവർ പൊള്ളിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എൻ്റെ കിളി പോയിട്ട്, കാരണം അത്രയും വലിയൊരു മീനായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അത്രയും വലിയ മീനൊക്കെ പൊള്ളിച്ചിട്ട് കഴിക്കണതും ഇങ്ങനെ പൊള്ളിച്ചിട്ട് കാണുന്നതും ഞാൻ ആദ്യമായിട്ടാണ്. കാരണം ചെറിയ ചെറിയ മീനൊക്കെ കഴിക്കാൻ തന്നെ ഇത്ര വലിയ മീനൊന്നും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഓൾറെഡി ഞങ്ങൾ ആ പാൽ സർബത്തും വേറുള്ള സർബത്തും കാര്യങ്ങളൊക്കെ കഴിക്കണതുകൊണ്ട് തന്നെ ഇത് അത്ര വലിയ ഇതുണ്ടായിരുന്നില്ല. പിന്നെ അതിന് ഇതായിട്ട് കഞ്ഞിയാണ് തന്നിട്ടുണ്ടായിരുന്നത്. കഞ്ഞിയും കൊള്ളിയും പിന്നെ ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു, അച്ചാർ, പപ്പടം, ഇതൊക്കെ ഇരുന്ന് ഞങ്ങൾക്ക് അല്ലാതായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ മാക്സിമം ഞാൻ കഴിക്കാൻ നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ പോണില്ല, ചെല്ലില്ല, ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. പിന്നെ അച്ചുവാണെന്നുണ്ടെങ്കിൽ അധികം ഒന്നും കഴിച്ചില്ല. ചേട്ടനാണ് പിന്നെയും കാര്യമായിട്ട് കഴിച്ചത്. അപ്പോൾ പിന്നെ ഒരു രക്ഷയില്ല, ലാസ്റ്റ് പറഞ്ഞു പാർസലാക്കിക്കോ. അപ്പോൾ പിന്നെ അത് പാർസലാക്കിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഒരു ഭക്ഷണം കഴിക്കാനൊരു ടൈം കഴിഞ്ഞു വെച്ചാലും വൈകുന്നേരം ആകുമ്പോൾ കഴിക്കാമല്ലോ. അപ്പോൾ അതേ ഈ കൊണ്ടുപോകണത് ആ ഒരു മീനിനെയാണ് കേട്ടോ. ഞങ്ങൾ അതിൻ്റെ അവിടെയും ഇവിടെയും കുറച്ച് ഭാഗം നുള്ളി കഴിച്ചു എന്നല്ലാതെ വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ കാണാം.